SSCയുടെ എല്ലാ എക്സാംസിലും സ്ഥിരമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കൗണ്ടിങ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ കൗണ്ടിങ് സ്ക്വയർസിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആൻസേഴ്സ് കണ്ടെത്താനായിട്ട് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൗണ്ടിങ് സ്ക്വയർസ് എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെ ചില ഷോർട്ട് കട്ട്സിലൂടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമുക്കൊരു സ്ക്വയറിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ് ഒരു സ്ക്വയർ എന്നതിൻ്റെ ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ ഒരു ചിത്രത്തിൽ എത്ര സ്ക്വയർസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിലിതാ ഒന്നാമത്തെ സ്ക്വയർ നമുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതാണ് ഫസ്റ്റത്തെ സ്ക്വയർ, ഇത് രണ്ടാമത്തെ സ്ക്വയർ, ഇത് മൂന്നാമത്തെ സ്ക്വയർ, ഇത് നാലാമത്തെ സ്ക്വയർ അല്ലേ. അപ്പം 4 ചെറിയ ചെറിയ സ്ക്വയറുകളെ നമുക്കിവിടെ ഒറ്റയടിക്ക് കാണാൻ പറ്റും. എന്നാൽ അത് മാത്രമല്ല, ഇതെല്ലാം കൂടി ചേർന്ന് ഇവിടെ ഇങ്ങനെ ഒരു വലിയ സ്ക്വയറും കൂടി വരുന്നുണ്ട്. സോ ടോട്ടലി ഇവിടെ 5 സ്ക്വയറുകളാണ് ഈ ഒരൊറ്റ ചിത്രത്തിലുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ അധികം സമയമൊന്നും വേണ്ട, നമ്മളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതുപോലെ ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലോ, ഇതിൽ എത്ര സ്ക്വയർസ് ഉണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമ്മുടെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന സ്ക്വയറുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7, 8, 9. സോ 9 ചെറിയ സ്ക്വയറുകൾ ഇവിടെ കാണാൻ പറ്റും. എന്നാൽ അതുകൊണ്ട് തീർന്നോ? ഇനി ബാക്കി വരുന്ന സ്ക്വയറുകൾ എവിടെയൊക്കെ ഉണ്ട്? എന്താ ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇത്തരത്തിലൊരു 2 സ്ക്വയറുകൾ അല്ലെങ്കിൽ 4 സ്ക്വയറുകൾ ചേർന്നിട്ടുള്ള ഒരു മറ്റൊരു സ്ക്വയർ കിട്ടുന്നുണ്ട്. ഇനി അത് തന്നെ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ഇതാ അടുത്ത സ്ക്വയർ വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും വലിയൊരു സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇമേജസിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും അവിടെ നമുക്ക് വരുന്ന സ്ക്വയറുകളുടെ എണ്ണവും കൂടുന്നതായിരിക്കും. അപ്പോൾ അത്തരം സ്ക്വയറുകൾ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ സമയവും വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ SSCയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ അധികം കൗണ്ടിങ് ഒന്നും നടത്താതെ ഈസി ആയിട്ടുള്ള ചില ട്രിക്കുകളിലൂടെ എങ്ങനെ ആൻസേഴ്സിലേക്ക് പോകാം എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നിങ്ങൾ കാണുമ്പം ഒരു ടേബിൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഇതിൻ്റെ 2 സൈഡും, അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഇവിടെ ആക്ച്വലി ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പം ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 1, 2, 3 എന്ന് കോളമിന് എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ 1, 2, 3 എന്ന് റോയ്ക്കും എണ്ണം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ചോദ്യങ്ങളിൽ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും അങ്ങനെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കണ്ട. ഇവിടെ നമ്മൾക്ക് അവസാനം കിട്ടുന്ന നമ്പറും ഇവിടെ കിട്ടുന്ന നമ്പറും സെയിം ആണെങ്കിൽ ആൻസർ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം നിങ്ങൾ ഈ നമ്പറിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. ഈ നമ്പറിൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ് അല്ലേ. പ്ലസ് അടുത്തത് തൊട്ട് പിന്നിലുള്ള നമ്പർ ഏതാണ്? 2. 2ൻ്റെ സ്ക്വയർ നേരെ 4 ആണ്. പ്ലസ് ഇവിടെ ബാക്കിൽ വരുന്നത് 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. സോ 9 + 4 ഇവിടെ 13 കിട്ടും. പ്ലസ് 4 1 ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ഇവിടെ 14 എന്ന് കിട്ടും. സോ ഇപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ചിത്രത്തിൻ്റെ ഉള്ളിൽ 14 സ്ക്വയറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം 14 സ്ക്വയറുകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ക്ലിയർ? അപ്പോൾ ഇതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, അതായത് രണ്ടും ഒരുപോലെ വരുന്ന നമ്പർ ഓഫ് സൈഡുകൾ ഒരുപോലെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെയാണ് നമ്മളിവിടെ ടൈപ്പ് 1 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ചോദ്യം നമുക്കിവിടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. കൗണ്ട് ദ നമ്പർ ഓഫ് സ്ക്വയർസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 സൈഡും ഈക്വൽ ആണോ എന്ന് മാത്രം നോക്കുക. സോ ഇവിടേക്ക് 1, 2, 3 and 4 വന്നിട്ടുണ്ട്. ഇവിടെയും 1, 2, 3 and 4 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ 4ൻ്റെ സ്ക്വയർ എടുക്കുന്നു. എത്രയാണ്? 16. ഇനി വീണ്ടും 3ൻ്റെ സ്ക്വയർ എടുക്കുന്നു. ഇവിടെ 9. ഇനി 2ൻ്റെ സ്ക്വയർ എടുക്കുന്നു 4 ആൻഡ് 1ൻ്റെ സ്ക്വയർ എടുക്കുന്നു 1 തന്നെ അല്ലേ. 16ഉം 4ഉം 20, 9ഉം 1ഉം 10, 20ഉം 10ഉം 30 ഇവിടേക്ക് വരുന്നത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡിയിലുള്ള 30 ആയിരിക്കും. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് കിട്ടിയിട്ട് ഈ 30 ക്വസ്റ്റ്യൻസും ഇരുന്ന് എണ്ണി കണ്ടുപിടിക്കുന്ന ആരും ആലോചിച്ച് നോക്കിക്കേ. പോസിബിൾ ആണോ? അത് പോസിബിൾ ആയിരിക്കും, പക്ഷെ അത് ഒത്തിരി ടൈം ടേക്കിങ്ങും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ആൻസേഴ്സ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതിലും ഇതിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോസ് 1, 2, 3 എന്ന് ഇങ്ങോട്ട് എഴുതാം. എന്നാൽ നമ്പർ ഓഫ് കോളംസ് താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ ആകെ 2 ഉള്ളൂ അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടപ്പോൾ ഇവിടെ ഒരു
3യും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്പർ ഓഫ് റോസും കോളംസും ഈക്വൽ ആയിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് എങ്ങനെ ആൻസേഴ്സ് കണ്ടെത്താൻ പറ്റുക? ഇവിടെ നമ്മൾ സ്ക്വയർ അല്ല എടുക്കാൻ പോകുന്നത്. അതിന് പകരം ഈ അറ്റത്തുള്ള നമ്പറും ഈ അറ്റത്തുള്ള നമ്പറും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ എത്ര കിട്ടി? നമുക്കിവിടെ 6 കിട്ടി. പ്ലസ് ഈ അറ്റത്തുള്ള നമ്പറും ഈ അറ്റത്തുള്ള നമ്പറും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എത്രയാണ് വരുന്നത്? 2 × 1 ചെയ്തിട്ടുണ്ടെങ്കിൽ 2 എന്ന് കിട്ടും. സോ നമുക്കിവിടെ 8 സ്ക്വയറുകളാണ് ഈ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. നേരത്തെ നമ്മൾ 3 സ്ക്വയർ 2 സ്ക്വയർ 1 സ്ക്വയർ എന്ന് എടുത്തു. അതിന് പകരമായിട്ട് ഇവിടെ നമ്മൾ 3യും ഈ 2 നമ്പേഴ്സും തമ്മിലാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ അത് ജസ്റ്റ് നിങ്ങളിപ്പം ഞാൻ ഇവിടേക്കൊന്ന് വരച്ച് കാണിച്ചു തരാം. ഈ 2 നമ്പേഴ്സും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ 2 നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് മുന്നത്തേക്ക് പോകാൻ വേറെ നമ്പേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി അത് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ചെറിയ എക്സാമ്പിൾ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. കൗണ്ട് ദ നമ്പർ ഓഫ് സ്ക്വയർസ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താ? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഒന്ന് എടുത്ത് എഴുതി നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോളംസ് 1, 2 and 3 ഉണ്ട്. ഇവിടെ വീണ്ടും 1, 2, 3 and 4 ഉണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ തമ്മിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അറ്റത്ത് വരുന്ന കോർണേഴ്സിൽ വരുന്ന നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ 2 നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 4 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്. 4 × 3 മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ നമുക്ക് 12 കിട്ടും. അടുത്തത് 3യും 2ഉം വന്നിട്ടുണ്ട്. 3 × 2 മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എത്രയാണ്? ഇവിടേക്ക് 6 കിട്ടും. നെക്സ്റ്റ് ഇവിടെ 2ഉം തൊട്ട് ബാക്കിൽ ഈ 2ൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നത് 1 ആണ്. 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ 2 എന്ന് തന്നെ കിട്ടും. സോ 12 + 8 ചെയ്താൽ നമുക്ക് ഇവിടെ 20 എന്ന് കിട്ടും. സോ 20 സ്ക്വയർസ് ആണ് ഈ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ 2 ടൈപ്പ് പഠിച്ചു. ആദ്യം 2ഉം ഈക്വൽ ആവുന്ന ടൈപ്പ് പഠിച്ചു. ഇത് 2ഉം ഡിഫറെൻ്റ് ആവുന്ന അടുത്ത ടൈപ്പാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ എത്ര സ്ക്വയർ ഉണ്ടെന്ന് മാനുവലി എണ്ണാൻ ഒന്നും എന്താ പറയുക, അങ്ങനെ ഒരു ചിന്ത പോലും വേണ്ട. ഡയറക്റ്റ്ലി ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുക, നിങ്ങളുടെ ആൻസർ കണ്ടെത്തും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഫിഗർ തന്നെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1, 2, 3, 4, 5 സ്ക്വയർ ആണ് ഈ ഒരു ഒറ്റ ചിത്രത്തിൻ്റെ ഉള്ളിലുള്ളതെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഒരു കൗണ്ടിങ്ങിലല്ല. ഈ ഒരു ഇമേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഡയറക്റ്റ്ലി ഒരു പ്ലസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും മാത്രം ആലോചിക്കുക, ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എപ്പോഴും 5 സ്ക്വയറുകളാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോളൂ, എന്നാലും കുഴപ്പമില്ല. ഇത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇത്ര ഈസി ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല വരിക. നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോമ്പിനേഷനിൽ വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഇച്ചിരി കോംപ്ലെക്സ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും എക്സാമിൽ വരിക. അപ്പോൾ അന്നേരം നമുക്ക് ഈ 1, 2, 3 എന്ന് കൗണ്ട് ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. സോ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ 5 സ്ക്വയറുകൾ എന്തായാലും വന്നിരിക്കും. ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു എക്സാമ്പിളിൽ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ എടുത്തു, അതിൻ്റെ ഉള്ളിൽ ഒരു പ്ലസ് നമ്മൾ ഇവിടേക്ക് വരച്ചു. അപ്പോൾ ഇവിടെ എത്ര സ്ക്വയറുകൾ വന്നു? ഇവിടെ ഇപ്പം 5 സ്ക്വയറുകൾ വന്നു. എന്നാൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു സ്ക്വയറും ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ കൂടെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എത്ര സ്ക്വയറുകളുണ്ട്? നേരത്തെ നമ്മൾ കണ്ട 5 സ്ക്വയറുകളാണോ ഇവിടെ ഉള്ളത്? അല്ല അല്ലേ. കാരണം ഈ ഒരു പേർപ്പിൾ കളറിൽ ഞാൻ വരച്ചിരിക്കുന്ന സ്ക്വയറിൻ്റെ ഉള്ളിലും ഇതേപോലെ ഒരു പ്ലസ് ഉണ്ട്, അവിടെയും നമുക്ക് 5 സ്ക്വയറുകൾ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഓൾറെഡി 5 സ്ക്വയറുകൾ വരുന്നുണ്ട്. അത് കൂടാതെ അതിന് പുറത്ത് ഇങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് 5 സ്ക്വയറുകൾ തന്നെ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജിൽ എത്ര സ്ക്വയറുകളുണ്ട്? 5ഉം 5ഉം 10 സ്ക്വയറുകളാണ് ഒറ്റയടിക്ക് നമുക്കിവിടെ കൗണ്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പം ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ പ്ലസ് വന്നാൽ 5 എണ്ണം ഉള്ളത് ആണ് എന്ന് നമുക്ക് ബൈ ഹാർട്ടായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ ഒരു ഇമേജ് കാണുമ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ഇമേജ് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കേ, അത്ര കോംപ്ലെക്സ് അല്ല ഇമേജ്. കാരണം ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പഠിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ച 3rd ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഒന്ന് കൃത്യമായിട്ട് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ വരയ്ക്കാൻ പോകുന്നത്
ഈ ഒരു ടേബിളാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടുണ്ടായിരുന്ന ഒരു ടേബിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ മാത്രം ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എന്താ കിട്ടുന്നത്? ഇവിടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും 1 2 3 4 4 കോളംസും 1 2 3 4 4 റോസും വരുന്ന ഒരു ടിപ്പിക്കൽ ടൈപ്പ് 1 ക്വസ്റ്റ്യനിലെ ടേബിളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്പർ ഓഫ് സ്ക്വയർസ് എങ്ങനെ കണ്ടുപിടിക്കാം? 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 3ന്റെ സ്ക്വയർ ഇവിടെ 9. 2ന്റെ സ്ക്വയർ ഇവിടെ 4. വീണ്ടും 1ന്റെ സ്ക്വയർ 1 തന്നെ വരും അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയായിരുന്നു? ആദ്യം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. 16 + 4 20, 29 + 1. ഇവിടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 30 സ്ക്വയർസ് ആണ് ഈ ഒരു ഒറ്റ ഇമേജിൽ വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ എല്ലാവർക്കും? അപ്പോൾ 30 സ്ക്വയർസ് ഈ റെഡ് കളറിൽ വന്നു. പക്ഷേ അതുകൊണ്ട് കഴിഞ്ഞില്ല. ഇനി നമുക്ക് എന്താ ബാക്കിയുള്ളത്? ഇനി നമുക്ക് ബാക്കിയുള്ളത് ഈ അതിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റേ ഒരു പോർഷനാണ് അല്ലേ. അപ്പോൾ അതിനെ നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സ്ക്വയറും ഈ ഒരു സ്ക്വയറും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ പ്ലസ് വന്നു. സ്ക്വയറിൻ്റെ ഉള്ളിൽ പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര സ്ക്വയറുകൾ ഉണ്ടാകും? 5 എണ്ണം. അങ്ങനത്തെ എത്ര എണ്ണം വന്നു? ഇവിടെയും നമുക്കിതാ ഇവിടെയും ഇതുപോലെ തന്നെ 5 സ്ക്വയറുകൾ വന്നു. ഇവിടെയും അതുപോലെ തന്നെ 5 സ്ക്വയറുകൾ വന്നു. അപ്പം നമ്മുടെ ആൻസർ എത്രയായി? 30 + 5 + 5 ചെയ്തപ്പം 40 സ്ക്വയർസ് ആണ് ഈ ചിത്രത്തിലുള്ളത്. ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഒന്ന് ഇരുന്ന് എണ്ണി കണ്ടുപിടിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്തോരം സമയം എടുക്കും. ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ആൻസർ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ തരത്തിലുള്ള 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് SSC എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയും കൗണ്ട് ദ നമ്പർ ഓഫ് സ്ക്വയർസ് ഇൻ ദ ഗിവൻ ഫിഗർ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മൾ ആദ്യം കണ്ട ആ ഒരു ടൈപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു എക്സ്ട്രാ ഒരു സ്ക്വയറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ക്വയറുകൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഇതാ ഇങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റും, അതൊരു റെക്റ്റാങ്കിൾ ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്നതൊക്കെ റെക്റ്റാങ്കിൾ ആണ്. അതിനെ നമ്മൾ സ്ക്വയർ ആയിട്ട് കൂട്ടാൻ പാടില്ല. സോ സ്ക്വയറുകൾ എത്ര എണ്ണം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ ടൈപ്പുകൾ മനസ്സിലായെങ്കിൽ മസ്റ്റായിട്ടും ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. സോ ഇത് മാത്രമല്ല, ഇതിപ്പം റീസണിങ്ങിലെ ഒരു ടോപ്പിക്ക് മാത്രമാണ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ടോപ്പിക്കുകളും ഒരുപാട് ഷോർട്ട് കട്ടുകളും ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന്, അതിപ്പം SSC ആണെങ്കിലും RRB ആണെങ്കിലും ബാങ്കിങ് ആണെങ്കിലും നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. സോ ഇവിടെ നിങ്ങൾ ഒരു എക്സാം സ്പെസിഫിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടാർഗറ്റ് ബാച്ചസും അതുകൂടാതെ എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചസും നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് വരുന്നുണ്ട്, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, മോക്ക് എക്സാംസ് വരുന്നുണ്ട്, ലൈവ് ക്വിസുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സാംസിൻ്റെ ഒരു സീസൺ ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ മികച്ച റാങ്കിൽ തന്നെ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. എന്ത് ഡൗട്ടും നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും ക്വസ്റ്റ്യൻസും ഉണ്ടെങ്കിലും ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള വീഡിയോസ് കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് മിസ്സായി പോകും. ഓക്കെ, ഇനിയും ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ കോമെൻറ്റ്സിലൂടെ എഴുതി അറിയിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.